സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ഏതെങ്കിലും കമ്പനിക്കാരൻ്റെ ഫോണിലോ ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ പിങ്ക് ലൈൻ വന്നിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ S23 ഗ്രീൻ ലൈൻ വന്നതിന് ശേഷം ഞാനതെങ്ങനെ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് റീപ്ലേസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേറെ ഒരു കാരണവുമില്ല. ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ കണ്ട കാഴ്ച മാത്രമാണ് ഇതിന് കാരണം ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്നു എൻ്റെ ഫോൺ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അന്നേരം ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ കണ്ടത് അവിടെ വന്നിരിക്കുന്നതിൽ ഒരു 99% ആളുകളും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കൊണ്ട് വന്നേക്കണാണ്. ചിലരുടെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ജയിൽ കണക്കെയാണ്, 5-6 ലൈനൊക്കെയാണ്, മറ്റേ ജയിലിൻ്റെ അഴിക്കുള്ളിൽ കിടക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ ഈ ഫോൺ സബ്മിറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ അടുത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് പറയും, സാർ ഇത് കംപ്ലയിൻ്റ് ആണ്, ഔട്ട് ഓഫ് വാറൻറ്റി ആണെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരും, നമുക്ക് സാംസങ്ങിൻ്റെ പറഞ്ഞൊരു ഇൻഫർമേഷൻ ഇല്ലെന്ന് പറയും. ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു 90% ഓഫ് ദ കസ്റ്റമേഴ്സ് ജസ്റ്റ് സാംസങ്ങിനെ തിരിവറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോഴാണ് ഞാൻ കണ്ടത്. അവർ കുറച്ച് പേരൊക്കെ കാശ് കൊടുത്ത് മാറ്റുന്നു, പിന്നെ വാറൻറ്റി ഉള്ളവർ ഒബ്വിയസ്ലി വാറൻറ്റിയിൽ മാറി കിട്ടും. അപ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ സാംസങ് പോലുള്ള റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര വലിയൊരു കേസ്, അതായത് ഡിസ്പ്ലേയിൽ ലൈൻ വരുന്ന ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടും അവർ ഇതുവരെ അത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. അവരിപ്പോഴും എങ്ങനെയെങ്കിലും കസ്റ്റമറുടെ കയ്യിലെ കാശ് കൊണ്ടത് റീപ്ലേസ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ഏതെങ്കിലും കമ്പനിക്കാരുടെ ഫോണിലോ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതാണ്. അപ്പോൾ എൻ്റെ S23 എനിക്ക് ലാസ്റ്റ് മാർച്ച് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നായിരുന്നു. ഞാനത് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ, അതായത് എൻ്റെ 2 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഡിവൈസാണ്, ഞാൻ S23 ഇറങ്ങിയ ടൈമിലെടുത്ത ഫോണാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്റർ തന്നെ കൊടുത്ത് ഫ്രീ എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് പേ ചെയ്യേണ്ടി വന്നു, ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയ സമയത്ത് ഞാൻ അവിടെ കണ്ട കാഴ്ചയാണ്, അവിടെ വന്നേക്കുന്നതിൽ ഒരു 90% ആളുകൾക്കും ഈ സെയിം ഇഷ്യൂ കൊണ്ട് വന്നേക്കുന്നതാണ്. അതായത് ഫോണിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഗ്രീൻ ലൈൻ വന്നു, പിങ്ക് ലൈൻ വന്നു, ആ ഇഷ്യൂ കൊണ്ട് വന്നേക്കുന്നതാണ്. പക്ഷേ അവരവിടെ ചെന്ന് ഫോൺ കൊടുക്കുന്നു, സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ എക്സിക്യൂട്ടീവ്സ് പറയുന്നു, ചെക്ക് ചെയ്യുന്നു, സർ ഔട്ട് ഓഫ് വാറൻറ്റി ആണ്, റീപ്ലേസ് ചെയ്യേണ്ടി വരും. മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ജസ്റ്റ് സാംസങ്ങിനെ പറഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ കണ്ടത്. കുറച്ച് പേരൊക്കെ കാശ് കൊടുത്ത് റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഞാൻ ഫോണിന് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെ ആളെന്തോ ഫോൺ നന്നാക്കാൻ ഇതിന് വന്നാൽ. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, S23 ആണോ? ഞാൻ പറഞ്ഞു അതെ. ഗ്രീൻ ലൈനൊന്നും വന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വന്നായിരുന്നു, ഞാനിപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്യാഷൊന്നും കൊടുത്തില്ല, സർവീസ് ചാർജായിട്ടൊരു 649 സംതിങ് പേ ചെയ്തു, അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ക്യാഷൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആളുടെ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് ആൾ വാറണ്ടി ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഫോൺ റീപ്ലേസ് ചെയ്യാൻ കൊടുത്തേക്കാണ്, ക്യാഷ് കൊടുത്ത് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ കൊടുത്തേക്കാണ്. ഏകദേശം 8,000 സംതിങ്, 8,000-ന് 9,000 ഇടയിൽ വരുന്നതാണ് ആൾ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തിനാണ് അതായത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് 75,000 രൂപ എടുത്ത് നമ്മൾ വാങ്ങിച്ചൊരു ഡിവൈസ്, ആ ഡിവൈസിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കല്ല. അതാണ് ഫസ്റ്റ് കേസ്. നമ്മുടെ താഴെ ഇട്ടിട്ട് വല്ല ഫിസിക്കൽ ഡാമേജൊക്കെ വരുന്നതാണെങ്കിൽ പോട്ടെ, ഓക്കെ എന്ന് വിചാരിക്കും, നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കല്ല. സാംസങ് നമുക്കൊരു അപ്ഡേറ്റ് തന്ന് ആ അപ്ഡേറ്റിൽ നമുക്കൊരു ലൈൻ വന്ന് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേ ചെയ്ത് അത് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് എന്ത് ന്യായമാണ് അതിനകത്തുള്ളത് ഞാൻ എപ്പോഴാണ് ആലോചിച്ചത്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ചേച്ചി അതങ്ങനെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, സാംസങ്ങിന് മെയിൽ അയച്ച്. അപ്പോൾ ഞാൻ ആൾക്ക് പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇപ്പോഴും അതറിയാണ്ട് കയ്യിൽ കാശ് കൊടുത്ത് മരുന്ന കുറേ പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഗ്രീൻ ലൈനും കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലാസ്റ്റ് മാർച്ച് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഗ്രീൻ ലൈൻ വന്നു. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഒരു സെൻറ്റർ പോർഷന് ജസ്റ്റ് റൈറ്റിലേക്ക് മാറിയിട്ടാണ് ഗ്രീൻ ലൈൻ വന്നത്. അതൊരു നമുക്കങ്ങനെ കാണാൻ പറ്റില്ല സാധനം. ചില കളറ് ഒക്കെ വൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ബ്ലാക്ക് സ്ക്രീനാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ നമുക്കത്രയും കാണുന്നില്ല നമ്മുടെ സ്ക്രീനകത്ത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു പിങ്ക് ലൈനും മതി. ഇത് രണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരാൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല. അതിന് ശേഷം ഒരു 1 UI 7 അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ലൈൻ ശരിക്കും ഇങ്ങോട്ട് വലുതായി. ആ ഭാഗത്ത് തന്നെ ആ ലൈൻ നല്ല ബ്രൈറ്റായിട്ട് വന്നു ഗ്രീൻ ലൈൻ. പിങ്ക് ലൈൻ അപ്പോഴും അത്ര ബ്രൈറ്റായിട്ടില്ല.
അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ വിളിച്ചു, കാര്യം പറഞ്ഞു. സർവീസ് സെൻ്ററില്ല, കസ്റ്റമർ കെയറിൽ വിളിച്ചു, കാര്യം പറഞ്ഞു. അപ്പോൾ അവർ അവരുടെ റിമോട്ട് ആപ്പ് വഴി ഫോൺ ആക്സസ് ചെയ്ത് ചെക്കൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഫോൺ റീസെറ്റ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ റീസെറ്റ് ചെയ്ത പോകത്തിൽ നമുക്കും അറിയാം അവർക്കും അറിയാം. എന്നാലും ഞാൻ പറഞ്ഞു ഫോൺ റീസെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിന് ശേഷം അവർ പറഞ്ഞു, സാർ ഔട്ട് ഓഫ് വാറണ്ടി ആണ്, അപ്പോൾ മിക്കവാറും സ്ക്രീൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും, എന്തായാലും നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിച്ചിട്ട് അവർ ജസ്റ്റ് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് ഔട്ട് ഓഫ് വാറണ്ടി ആണ്, നമുക്ക് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല, അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും ക്യാഷ് കൊടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ തിരിച്ചു വാങ്ങിച്ച് പോകുന്നു. ഞാൻ എന്നിട്ട് നേരെ വന്ന് സാംസങ്ങിന് ഒരു മെയിലിട്ടു, റിപ്ലൈ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ എക്സിലൊരു പോസ്റ്റ് ഇട്ടു, സാംസങ്ങിൻ്റെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എക്സിലൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നൊരു കോൾ വന്നു. സാംസങ്ങിൽ നിന്ന് ആര്യൻ എന്ന് പറഞ്ഞൊരാളാണ് വിളിച്ചത്, ഒരു എക്സിക്യൂട്ടീവാണ് വിളിച്ചവരെ. ആളെന്നോട് പറഞ്ഞു, എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട്, അപ്ഡേറ്റിന് ശേഷമാണ് വന്നതെന്ന് പറഞ്ഞു. ഫിസിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, ഫോണിന് വേറൊരു ഡാമേജും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ ഫോണിൻ്റെ ഫിസിക്കലി നിങ്ങളുടെ ഫോണിന് ഡാമേജ് ഒന്നുമില്ല. ഈ ഗ്രീൻ ലൈൻ ഒഴിച്ച് ബാക്കി ഫിസിക്കലി വേറൊരു ഇഷ്യൂ ഇല്ല. ഫോൺ ഫിസിക്കൽ കണ്ടീഷൻ പക്കയാണ്, നീറ്റാണ്, അത്യാവശ്യം ക്ലീനാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഇൻവോയ്സ് ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സാധനം റീപ്ലേസ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, സാർ എന്താണ് നമുക്കത് നിങ്ങൾ ക്യാഷ് തന്നെ പേ ചെയ്ത് മാറ്റേണ്ടി വരുന്നു അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാഷ് പേ ചെയ്ത് ഞാൻ മാറ്റത്തില്ല, എനിക്കിത് റീപ്ലേസ് തന്നെ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു എന്താണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് ഈ സ്ക്രീൻ ഫ്രീ ആയിട്ട് റീപ്ലേസ് തന്നെ, കാരണം എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലാതെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഞാനതെൻ്റെ മെയിലിലേക്ക് എക്സലേറ്റ് ചെയ്യാം, അവർ അവിടെ നിന്ന് കോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ മുഹമ്മദ് സബീൽ എന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിച്ചു. ആളെന്നോട് പറഞ്ഞു, ഈ സെയിം ഇതാണ് ആളെന്നോട് പറഞ്ഞത്, എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്രീൻ ലൈനാണ്. അപ്പോൾ ആൾ പറഞ്ഞു വാറണ്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞു വാറണ്ടി ഇല്ല, സാർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാൻ റീപ്ലേസ് ചെയ്യില്ല, എനിക്ക് നിങ്ങൾ മാറ്റി തരണം. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾ പോയി. എന്നിട്ട് ആളെനിക്ക് മെയിലിട്ടിട്ട് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്നൊരു സർവീസ് റിപ്പോർട്ട് വാങ്ങണമെന്ന് പറഞ്ഞു, ഫോൺ സബ്മിറ്റ് ചെയ്തിട്ട്. ഞാൻ പോയി സർവീസ് സെൻറ്ററിൽ കൊടുത്തു, ഫോൺ കൊടുത്തു, അവർ 4 സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് എനിക്കൊരു സർവീസ് റിപ്പോർട്ട് തന്നു. അതിനൊരു 236 റുപ്പീസ് അങ്ങോട്ട് പേ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഈ സർവീസ് റിപ്പോർട്ട് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾ മെയിൽ അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒറിജിനൽ ഇൻവോയ്സ് തരാൻ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ ഫോണിൽ നിന്ന് ആര് ഇൻവോയ്സ് കീപ്പ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല, എന്തായാലും ഞാൻ കീപ്പ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ കീപ്പ് ചെയ്യുക, ഇനി ഈ LED സ്ക്രീനുകളിൽ ഇങ്ങനെ ഗ്രീൻ ലൈൻ തുടർച്ചയായിട്ട് വന്നോണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ എടുത്ത സ്റ്റോറിൽ വിളിച്ചിട്ട് ഞാൻ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബില്ല് വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കയ്ക്ക് ഇന്ന് 2 ദിവസത്തേക്ക് ആൾ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇൻവോയ്സ് കിട്ടിയത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് സാംസങ്ങിൽ നിന്ന് വേറെ മെയിലൊക്കെ വന്നിരുന്നു. IMEI നമ്പറൊക്കെ എടുത്തിട്ട് ഇവർ ചെക്ക് ചെയ്തിട്ട് സാർ എല്ലാം ഓക്കെയാണ്, നിങ്ങളുടെ ഇൻവോയ്സ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ആ ഇൻവോയ്സ് കിട്ടിയില്ലെങ്കിൽ അവർ ചെയ്തു തരത്തില്ല. പിന്നെ ലാസ്റ്റ് എനിക്ക് ഒരു എനിക്ക് ഇൻവോയ്സ് എനിക്ക് അയച്ചു തന്നു ആൾ. അപ്പോൾ ഞാൻ ഇൻവോയ്സ് അവർക്ക് അയച്ചു കൊടുത്തു. ഇൻവോയ്സ് ഇവർ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോൺ കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കടവന്തലിലുള്ള സർവീസ് സെൻ്ററാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അവിടെ റെനോവേഷൻ കാരണം അവിടെ എൻ്റെ റെനോവേഷൻ വർക്ക് കിടക്കണം, അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 8 കൗണ്ടർ ഉണ്ടായിട്ട് അവിടെ ആ 2 കൗണ്ടറിലാണ് ആളുള്ളൂ. പിന്നെ ഭയങ്കര ലാഗാണ്. ഒരു ദിവസത്തിൻ്റെ ഒരു പകുതി മുക്കാലോളം നമ്മുടെ അവിടെ തന്നെ പോകും, അത്ര തിരക്കുമായിരുന്നേ. അപ്പം മെയിൻലി ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കൊണ്ടുവരുന്നവർ തന്നെയാണ്. അതിനുശേഷം ഞാൻ ഈ ഡിവൈസ് സബ്മിറ്റ് ചെയ്തു. അവരെന്നോട് പറഞ്ഞു ഒരു 649 സംതിങ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ലേബർ ചാർജായിട്ട്. ടോട്ടൽ 8700 അത്ര എങ്ങാണ്ടാണ് വരുന്നത് ഡിസ്പ്ലേക്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പേ ചെയ്യാം, ലേബർ ചാർജ് ഞാൻ പേ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ചയോളം എടുക്കുമെന്ന് പറഞ്ഞു ഫോൺ കിട്ടാനായിട്ട്. 2 ആഴ്ച പെട്ടെന്ന് തരാൻ പറ്റുമെന്ന് വെച്ചില്ല, എനിക്ക് 2 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സെക്കൻഡറി ഫോൺ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ eSIM ആയിരുന്നു. അപ്പോൾ ഞാൻ പോയി eSIM കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ സിം ആക്കിയിട്ടാണ് പിന്നെ ഫോൺ കൊണ്ട് സബ്മിറ്റ് ചെയ്തത്. കാരണം എൻ്റെ മറ്റേ സെക്കൻഡറി ഫോണിൽ eSIM സപ്പോർട്ടില്ല. അങ്ങനെ ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സാംസങ്ങിന് മെയിൽ അയച്ചു, ഫോൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, 2 ആഴ്ചയാണ് അവർ ടൈം പറയണേ, എനിക്കൊന്ന് പെട്ടെന്നാക്കി തരണമെന്ന് പറഞ്ഞ് സാംസങ്ങിന് ഞാൻ മെയിൽ അയച്ചു. അങ്ങനെ ഒരു ശനിയാഴ്ച ഞാൻ സബ്മിറ്റ് ചെയ്ത ഫോൺ എനിക്കൊരു ബുധനാഴ്ചയായപ്പം എന്നെ അവർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു
സാംസങ് വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ സർവീസ് സെൻറ്ററിൽ വിളിച്ച് കൺഫേം ചെയ്തു. അവർ പറഞ്ഞു ഫോൺ റെഡി ആയിട്ടുണ്ട്, പക്ഷേ ഒരു വീക്കും കൂടി എടുക്കും, കാരണം നമുക്ക് ഒരു സാംസങ്ങിൽ നിന്ന് അപ്രൂവൽ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി സാംസങ് അപ്രൂവൽ മെയിൽ അയച്ചായിരുന്നു, പക്ഷേ ഇവരെന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ അടുത്ത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് സാർ ഓക്കെയാണ്, നാളെ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോയി ഞാൻ ഫോൺ എടുത്തു. ഇപ്പോൾ ഫോൺ ഓക്കെയാണ്, ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാംസങ്ങുകാർ എന്തായാലും നോ പറയും നിങ്ങൾ ഫോൺ ഇങ്ങോട്ട് ഇന്ന് കഴിയുമ്പോൾ. അപ്പോൾ അത് കേൾക്കുന്ന വഴി ഓടിപ്പോയി ഡിസ്പ്ലേ മാറ്റാൻ നിൽക്കുമോ, അല്ലെങ്കിൽ അത് ഈ നമ്മളൊരു കണ്ടൻറ്റൊക്കെ വാച്ച് ചെയ്യുമ്പം സ്ക്രീനിൽ ഗ്രീൻ ലൈൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര അനോയിങ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഇതൊക്കെ ഉള്ള സഹിച്ച് പിടിച്ച് ഇത് കാണുകയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത്, നമ്മൾ മെയിൽ അയക്കുക. നമ്മുടെ കയ്യിൽ ഒറിജിനൽ ബില്ലുണ്ട്, നമ്മുടെ ഫോണിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാംസങ്ങിന് മെയിൽ അയക്കുക, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഡയറക്റ്റായിട്ട് പറയുക ഞങ്ങൾക്ക് എന്തായാലും സ്ക്രീൻ മാറ്റി കിട്ടണം, അല്ലാണ്ട് വേറെ വഴിയില്ലാന്ന് ഞാൻ പറയാം. ഞാൻ ലീഗലി മൂവ് വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യുമെന്ന് കൂടി പറയാം. അവരെന്തായാലും നിങ്ങൾക്ക് മാറ്റിത്തരും. കാരണം ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എനിക്കറിയാവുന്നൊരു കമ്പനിക്കാരനെ മാറ്റി കൊടുത്തില്ല, പിന്നെന്ത് എനിക്ക് മാറ്റി തന്നവർ നിങ്ങൾ ചോദിച്ചു നോക്കുക സാംസങ്ങിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എന്തായാലും മാറ്റി കിട്ടും. അപ്പോൾ ഇവരിപ്പോൾ സാംസങ് പുതിയ ഫോണുകൾക്ക് 5 വർഷം 7 വർഷമൊക്കെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഫോൺ എടുത്ത് 1 വർഷം 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പം ഇതുപോലെ ഗ്രീൻ ലൈനും പിങ്ക് ലൈനൊക്കെ വരാനാണെങ്കിൽ സാംസങ് എന്തിനാണ് 5 വർഷം 7 വർഷം അപ്ഡേറ്റ് കൊടുക്കണം? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിന് നമുക്ക് അതിൻ്റെ സർവീസ് കിട്ടണം. അത് കിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങാൻ നമ്മൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. ആരും കയ്യിലെ ക്യാഷ് കൊടുത്ത് സ്ക്രീൻ മാറാണ്ടിരിക്കുക. ഞാനീ പറഞ്ഞ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ബില്ലുണ്ടാവണം, അതുപോലെ ഫോണിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നീറ്റായിരിക്കണം. വലിയ മേജർ ബെൻഡോ സ്ക്രാച്ചോ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ.